നാം ദൈവത്തെ വിളിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ചില കാര്യത്തിൽ ദൈവം മൗനമായി ഇരിക്കുന്നു എങ്കിൽ ഓർത്തോണം, നാം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. അതൊരു പക്ഷേ പാപമായിരിക്കാം, നമ്മുടെ സംസാരമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. അതുകൊണ്ടാണ് ദൈവം മൗനമായി ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യൻ തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ മടങ്ങി വന്നാൽ ദൈവം അവന്റെ വിഷയത്തിൽ ഇടപെടും. ഇന്ന് ഞാൻ വായിക്കുന്നത് അങ്ങനെ ഒരു വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അല്പകാലത്തേക്ക് മാത്രം. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുകയാണ്. നീ കുറെ നാളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമായിരുന്നു എങ്കിൽ ഇന്നത്തെ ദിവസം ദൈവം പറയുക, ഇനിയും ഞാൻ ആ വിഷയത്തിൽ മൗനമല്ല. അല്പകാലം നിന്നെ ഉപേക്ഷിച്ചാലും മഹാകരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം. നീ തീർന്നു പോയി എന്ന് കഥ പറഞ്ഞ് പരത്തിയവരുടെ മുമ്പിൽ ദൈവം നിന്നെ ചേർത്ത് നിർത്തുന്ന കാഴ്ച നിന്റെ ചുറ്റുപാടുകൾ കാണാൻ പോവാം. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നിന്നോട് ദൈവം സംസാരിക്കുക. ലോർഡ്, ദൈവം നിന്നെ ചേർത്ത് നിർത്താൻ പോവാം. ഇന്നലകളിൽ നിന്റെ അധ്വാന ഫീൽഡിൽ നീ തോറ്റുപോയ സ്ഥലത്ത്, നീ പരാജയപ്പെട്ട സ്ഥലത്ത്, നിന്റെ ബിസിനസ് മേഖല, നിന്റെ ചില യാത്രകൾ, നിന്റെ ചില ഭാവി പദ്ധതികൾ ഇന്നലകളിൽ തടസ്സപ്പെട്ട് കിടന്നെങ്കിൽ ദൈവം പറയുക, അല്ല, ഞാൻ നിന്നെ ചേർത്ത് നിർത്താൻ പോവാം. മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ചില ഓപ്പണിങ് നിനക്ക് പരിശുദ്ധാത്മാവ് തരാൻ പോവാം. കർത്താവേ, എനിക്ക് പുതിയ വഴികൾ തുറക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ചേർത്ത് നിർത്തും. നിന്റെ രക്തബന്ധങ്ങൾ അത് കാണും, നിന്റെ സഹോദരങ്ങൾ അത് കാണും, നിന്റെ ചുറ്റുപാടുകൾ അത് കാണും, നീ ജോലി ചെയ്യുന്ന സ്ഥലം അത് കാണും. ദൈവം നിന്നെ ചേർത്ത് നിർത്തും. നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ പദ്ധതികളെയും പൊളിച്ചുകൊണ്ട് ദൈവം നിന്നെ ചേർത്ത് നിർത്തി ഒരു വലിയ ദൈവ പദ്ധതി നിന്റെ അകത്ത് രൂപപ്പെടുത്താൻ പോവാം. ഒറ്റ കാര്യം നീ ചെയ്യണം. നിന്റെ ലൈഫിൽ സംഭവിച്ച തെറ്റ് ദൈവത്തോട് ഏറ്റുപറയണം. കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ചില കാര്യത്തിൽ അങ്ങ് സൈലന്റ് ആണെങ്കിലും ഇനി അങ്ങനല്ലെന്ന് പറഞ്ഞത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരെ അനുഗ്രഹിക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ നിന്നെ ദൈവം ചേർത്ത് പിടിക്കും. ഗോഡ് ബ്ലെസ് യു.